എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ സൈക്കിൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവാണ് ഗൈസ്. സൈക്കിൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവാണ്. ഒറ്റ ശാസ്ത്രത്തിൽ പറയാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മാരിൻ MTB കുറേ പേര് അർബൻ ഫ്രീ റൈഡും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. മഴ, വഴുക്കൽ, പൂപ്പൽ പണി വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അങ്ങനെ മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടില്ല. ഇടയിലിടയിൽ വരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർക്ക് കണ്ടു നോക്കാം. ഓഫ് റോഡിൻ്റെ ഇന്ന് നമ്മൾ മാരിനും കൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം അർബൻ ബൈക്സിലേക്കാണ് കേട്ടോ. തൊടുപുഴയാണ് ഞാനിപ്പോൾ ഉള്ളത്. തൊടുപുഴ അർബൻ ബൈക്സിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഞാനെന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സൈക്കിള് ചെറിയൊരു മോഡിഫിക്കേഷൻ, ഒരു 10-15 രൂപ ചെറിയ മോഡിഫിക്കേഷനാണ്. കുറച്ച് സാധനങ്ങളും പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സർവീസ് ചെയ്യണം, അതുപോലെ തന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സൈക്കിൾ മോഡിഫിക്കേഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാട്ടിത്തരാം കേട്ടോ. അവിടെ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ ഷോപ്പ് വരുന്നത്, അർബൻ ബൈക്സ്. ഞാനിവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ സുഹൃത്ത് വന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പയ്യെ കയറുകയാണ്. നമ്മൾ കാലത്ത് തന്നെ ബാഗിൽ സാധനം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുവന്ന ബാഗാണ്. ബാഗിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഹായ് ബ്രോ. ആദ്യം ആദ്യത്തെ ഹൈ. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് മീറ്റിന് കണ്ടിട്ടുണ്ട്. തൊടുപുഴ അല്ലേ? തൊടുപുഴ സ്റ്റേറ്റ് മീറ്റിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ആള്. രണ്ടാമത്തെ ആള് ഹായ് ബ്രോ, കിരൺ അല്ലേ? കിരൺ. ഓക്കെ. ആളാണ് ഇവിടുത്തെ സർവീസും ബാക്കി ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ സെറ്റല്ലേ, നമ്മൾ പൊളിക്കില്ലേ? ഫുള്ള് സെറ്റാക്കി തരണം. കാരണം നമ്മുടെ പരിപാടികൾ ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല. കുറച്ച് വലിയ ട്രിപ്പുകളും വലിയ ഓഫ് റോഡ് ട്രിപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് മാക്സിസിൻ്റെ ടയറാണ്. മാക്സിസിൻ്റെ ടയർ കിട്ടാൻ ഒന്നാമത്തെ കാര്യം, കിട്ടാൻ ഭയങ്കര അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ഇപ്പോൾ ചിലപ്പോൾ അവൈലബിൾ ആണോ എന്നറിയില്ല. മാക്സിസിൻ്റെ സ്പെസിഫൈഡ് ആയിട്ട് മിനിയൻ DHF എന്ന് പറഞ്ഞുള്ള സാധനം. അപ്പം ഞാൻ എൻ്റെ കസിനെ കൊണ്ട് ദുബായിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവച്ചതാണ് കുറേ ആഗ്രഹിച്ചിട്ട്. അപ്പോൾ ടയർ 2 മാറുന്നുണ്ട്. നമ്മള് WTV അല്ലേ ഇടാൻ ഉദ്ദേശിക്കണത്? ഇത് ഈ 2 ടയർ നമ്മൾ മാറ്റുന്നുണ്ട്. കുറച്ച് കട്ടയുള്ളതാണ്. റോട്ടിലും അതിനേക്കാട്ട് റോളിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അർബൻ ബൈക്സ് ഷോപ്പിന്റെ പേര് ഇതാണ്, WTB. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. WTBയുടെ ട്രയൽ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടയർ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബാഗ്, അത് ഞാൻ പിന്നെ പറയാം. സൈക്കിളിൽ ആക്ച്വലി നമ്മുടെ വാങ്ങിയ പിന്നെ ഞാനിപ്പോൾ എടുത്തത് 2019-20 കാലഘട്ടത്തിലാണ്. ആ ഒരു ടൈം കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തതാണ് മോഡിഫിക്കേഷൻ. അതിൻ്റെ എന്താ പറയുക, പെഡൽ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് മാറ്റാൻ പോണത്? മെയിനായിട്ട് RD മാറ്റുന്നുണ്ട്. ഇത് ഷിമാനോയുടെ അലിവിയോ RD M300 നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ബോട്ടം ബ്രാക്കറ്റ് നമ്മൾ മാറ്റുന്നുണ്ട്. ബോട്ടം ബ്രാക്കറ്റ് പിന്നെ നമ്മൾ ഫുൾ സർവീസ് മെയിനായിട്ട് A to Z നമ്മൾ അഴിച്ച് പോളിഷ് ചെയ്ത് റെഡിയാക്കി മൊത്തത്തിൽ എന്താ പറയുക ഈ ഒരു ഇതിൽ നിന്ന് ലുക്കേ മാറ്റി നമ്മൾ ഉദ്ദേശിക്കണേ. ഓക്കെ. കഴിഞ്ഞ ആഴ്ചയിലത്തെ ചെളിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച പീച്ചി ഡാമിൻ്റെ അവിടേക്ക് പോയ ചെളിയാണ് ഇരിക്കുന്നത്. നമ്മൾ ബൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി ഉപയോഗിക്കണം. കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര സത്യം പറയാലോ. വീട്ടിൽ 2-3 ബൈക്ക് ഉണ്ടെങ്കിൽ നല്ല പാടാട്ടോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാ ബൈക്കും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒരാഴ്ചത്തെ ചെളിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ സർവീസ് നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാം എന്തൊക്കെയാ ഇപ്പോൾ ഉള്ള ലുക്ക് ആയിരിക്കില്ല ഇനി വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് എല്ലാ A to Z പാർട്സ് അഴിച്ച് ക്ലീൻ ചെയ്ത് മാറ്റിന്റെ ബെയറിംഗ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് അതുപോലെ ലൂപ്പിങ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അതും ചെയ്ത് ചെയിൻ കസറ്റ് എല്ലാം ഡിഗ്രീസ് ചെയ്ത് അതുപോലെ അതിന്റെ ബെയറിംഗ്സ് എല്ലാം നോക്കി അലൈൻമെന്റ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ ഊരി വെച്ചേക്കുന്ന പാർട്സാ. ഇനിയിപ്പോ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഒന്നും മിസ്സാകാത്ത വിധത്തിൽ നമ്മളൊരു ബോക്സിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പഴയ മൈക്രോഷിഫ്റ്റിന്റെ അഡ്വെന്റ് കേട്ടോ. നിങ്ങൾ നോക്കിയേ എന്തോരം ഞാനിത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ. സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ട്രിപ്പ് 1 മാസമൊക്കെ നീണ്ടു നിൽക്കണതാണ്. അപ്പോൾ ഇതിന് കംപ്ലൈൻറ്റ് ഇല്ല, ചെറിയൊരു ആക്ഷൻ കുറവുണ്ട്, വേണമെങ്കിൽ ഓടിച്ച് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ ഈ പാർട്സ് അഡ്വെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് മാറ്റുന്നുണ്ട്. പിന്നെ ചെയിനൊന്നും കുഴപ്പമൊന്നുമില്ല, ചെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഒരു ട്രയലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാം? നമ്മളിപ്പോ ഏതായാലും ക്രാങ്ക് അടിക്കാം. ബോട്ടം ബ്രാക്കറ്റ്, പിന്നെ
ഫോർക്ക് പിന്നെ മൊത്തം ക്ലിയർ ഫ്രീ ആയി. പിന്നെ എനിക്കുള്ളത് ഇത് നമ്മുടെ ഇതിന്റെ ഉള്ളില് ഹൈഡ്രോളിക് ഓയിലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വരണത്, അപ്പൊ അത് നമ്മൾ ബ്ലീഡ് ചെയ്യാന്ന് പറയും. ബ്ലീഡ് ആവശ്യമുണ്ടെങ്കിൽ ബ്ലീഡ് കൂടി ചെയ്യിക്കണം കേട്ടോ. കാരണം ഈ സാധനം ചിലപ്പോൾ ബ്രേക്ക് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ ബ്ലീഡ് ചെയ്തില്ലെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് പാഡ് നോക്കിയാലും മതി അല്ലേ, പാഡ് നോക്കിയാലും മതി ഇതിന്റെ ബ്രേക്ക് പാഡ്. അപ്പൊ അതും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അഴിച്ച് ബെയറിംഗ് അല്ലേ, ബെയറിംഗ് എങ്ങനെയാന്ന് ഇപ്പൊ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, എന്നാലും അഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ഥിതി നോക്കിയാൽ മതി. കാരണം ഞാൻ സൈക്കിൾ വാങ്ങിയ പിന്നെ പറഞ്ഞില്ല, ഈ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല, ഗ്രീസ് ചെയ്ത് കൊടുക്കാറാണ്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ചെക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെയാണ് മെന്റലി സൈക്കിൾ അത്യാവശ്യം ഒരു പക്കയായിരിക്കും. ഇതൊന്നും ചെയ്യിക്കാതെ ഇപ്പൊ ഈ നമ്മുടെ പുറത്തിരിക്കുന്ന ബെർഗൗണ്ട് എന്നൊരു ബൈക്ക് ഉണ്ട്, അത് എനിക്ക് ഞാൻ ക്ലീൻ ചെയ്യാൻ നേരത്തെ ഒത്തിരി ടൈം എടുത്തു. അതുപോലെ തന്നെ ഒന്നും ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ സൈക്കിൾ മേടിച്ചു ഉപയോഗിച്ചു, പിന്നെ ആ ഒരു രീതിയിൽ പോയിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ നേരത്തെ ഏറ്റവും നല്ല ബില്ലായിട്ടുണ്ട്. നമ്മൾ റെഗുലർ ആയിട്ട് ഒരു സർവീസ് വരാത്തതിന്റെ ആണ് അത് മെയിൻ ആയിട്ട്. അതൊരു പണി കേട്ടാ, നല്ലൊരു ബില്ല് വരും അവസാനം. അപ്പൊ ഞാനിപ്പോ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിളിന്റെ ബ്രോ പരിപാടി തുടങ്ങിയപ്പോൾ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ടാ. ഈ സാധനം കണ്ടത് നിങ്ങൾ, നാക്ക് ആർമർ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു PPF പ്രൊട്ടക്ഷൻ പോലത്തെ ഒരു സംഭവമാണ് ഈ സാധനം കേട്ടോ. ഇത് നമുക്ക് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് അയച്ചു തന്നതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റേ വൈൽഡ് സെൻഡിറ്റ് ഈ സാധനങ്ങൾ. അപ്പം എനിക്ക് ഈ സാധനം ഇവിടെ ഷോപ്പിൽ കിട്ടുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ അക്സസറി ഉണ്ടല്ലേ, ഓൾമോസ്റ്റ് എല്ലാ അക്സസറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഈ സാധനങ്ങൾ അക്സസറീസ്. നമ്മുടെ സൈറ്റ് ഉണ്ട്, അർബൻ ബൈക്സ് ഓൺലൈനിലും കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ നോർമലി സാധനങ്ങൾ അക്സസറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കാണും. പക്ഷേ ഈ സാധനം ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ. ഈ 625 രൂപയാണ് നാക്ക് ആർമർ. ആ ഒരു സാധനം നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്തൊക്കെ ചെയ്യാൻ പോകണത് എന്നുള്ളത് കേട്ടോ. ചിലപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഈ സാധനങ്ങൾ ഇവിടെ കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അത് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ ഫൈനൽ ലുക്ക് സൈക്കിളിൻ്റെ കാട്ടി തരുമ്പോൾ അപ്പോൾ ഞാൻ കാട്ടി തരട്ടെ എന്തൊക്കെ കൃത്യമാണത്. ഇപ്പോൾ മസ്റ്റായിട്ട് മാറ്റണത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ്. റിയർ ഡിറൈലർ, ബോട്ടം ബ്രാക്കറ്റ്, അതുപോലെ തന്നെ ടയറിൻ്റെ മാക്സിസിൽ നിന്ന് മാറ്റിയിട്ട് ഇത് ട്രയൽ ബോസ് WTയുടെ ടയർ. ഇനി എന്തൊക്കെ മാറ്റാന്നുള്ളത് വീഡിയോയുടെ അവസാനം കാട്ടി തരാം. ഇതാ അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് ഞാൻ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം, റൈഡും കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുക എന്നുള്ളതൊക്കെ. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോൺ നമ്പർ കൊടുക്കാം. അതിൽ റൈഡും കാര്യങ്ങളും ആ നമ്പറിൽ വിളിച്ചാൽ പോരാ, നമുക്ക് ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ നമ്മളെ. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിളിക്കല്ല വാട്സപ്പിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അല്ലേ, ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിലിട്ട് അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈഡ് വരുന്നെങ്കിൽ ഇപ്പോൾ തൊടുപുഴ പരിസര പ്രദേശങ്ങളോ അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് ഉണ്ടെങ്കിലും അതിലറിയാന്നുള്ളൂ അല്ലേ. ലോങ് ട്രിപ്പുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സൈക്കിൾ റൈഡാണ് പറയണത്. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഒരു നമ്പർ ഉണ്ട്, ആ വാട്സപ്പ് ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്യണത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എന്നോട് ചോദിക്കരുത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പറ്റാവുന്ന ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ വാട്സപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവർ ആരെങ്കിലുമൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. റൈഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സൈക്കിൾ പരമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിലും വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വണ്ടി അത് റോയൽ എൻഫീൽഡിൻ്റെ അനിയൻ്റെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ. വെൽക്കം ടു തൊടുപുഴ. തൊടുപുഴ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ വൈശാഖ് ക്ലിക്സിനെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സർവീസിന് വന്നതാ വണ്ടി. ഞാൻ കുറച്ച് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഞാൻ ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഞാൻ ബാഗിലിട്ട് കൊണ്ടുവന്നു. ഇങ്ങനെ ഫോം വിളിച്ചോ. ഫോം വിളിച്ചപ്പോ വായോ അർബൻ ബൈക്സിലേക്ക് വരാൻ പറഞ്ഞു. ഇങ്ങനെ വിചാരിച്ച എറണാകുളത്തെ ഷോപ്പാണ്. എറണാകുളത്ത് അല്ലാതെ എനിക്ക് അറിഞ്ഞൂടെ. എറണാകുളത്ത് നിങ്ങളുടെ ആളുടെ സ്ഥലം തൊടുപുഴയാണ് കേട്ടോ. അതെ, ഇവിടെ അത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഫുഡ് കഴിച്ചു. അപ്പൊ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, ഞാൻ അഴിക്കണുള്ളൂ കേട്ടോ, ഓരോന്ന് കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ഫോർക്ക് ഊരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫോർക്ക് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എനിക്ക് തോന്നുന്നത്, ഞാൻ നമ്മുടെ അവിടെ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യണതാണ് വണ്ടി. പക്ഷേ ഇത് ഈ സാധനം ഇതല്ലേ ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത്. ഇതാ ആ സാധനം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനത് വാങ്ങിയ പിന്നെ ആ സാധനം മാറ്റിയിട്ടില്ല കേട്ടോ. എനിക്കത് തോന്നുന്നത് കുഴപ്പമില്ല എന്നാണ്. അതിൻ്റെ ഉള്ളിൽ എന്തായാലും അഴിച്ചു നോക്കി നോക്കട്ടെ. സാധാരണ ബൈക്കിൽ ഈ സെയിം സൈസ് അല്ലേ വരാം, ബോൾ ബെയറിംഗ് മേലും താഴെയും. പക്ഷെ നമ്മുടെ വരണത് നമുക്ക് ഈ ഫ്രെയിമിൽ നമുക്ക് വേണമെങ്കിൽ വലിയ ഫോർക്ക് കയറ്റാം. ഫോക്സിന്റെ റോക്ക് ഷോക്കിന്റെ ഒക്കെ കയറ്റാൻ പറ്റും, അല്ലെങ്കിൽ സീൽഡ് ബെയറിംഗും ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മേലെ ചെറിയ ഇതും
താഴെ ഇതാണ് 2 ഇതാണ് ടേപ്പേഡ് എന്ന് പറയും. അപ്പോൾ ഇതാണ് സംഭവം വരുന്നത്. ഇതിപ്പോ കണ്ടോ, ഇത് അത്യാവശ്യം ക്ലീൻ ആയിട്ട് ഇരിക്കണം, വലിയ ടെസ്റ്റ് ഇല്ല അതിന്റെ അകത്ത്, കുഴപ്പമില്ല. അതുകൊണ്ട് നൈസായിട്ട് ഊരി വരും. അല്ലെങ്കിൽ വേറെ ബൈക്കാണെങ്കിൽ അത് നല്ല ഹാർഡായിട്ട് ഇരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് വെച്ച് അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് പിന്നെ ഊരി വരുള്ളൂ. മറ്റേ ഹാമർ വെച്ചിട്ടല്ലേ ഒരു ചിറ്റിണ്ടാ ഈ സാധനം അടിക്കണത്, നല്ല രസമാണ്. വലിയ കുഴപ്പമില്ല. ഇല്ലല്ലോ, സെറ്റ് അല്ലേ? ഇല്ലേ, ഞാൻ ഒരാഴ്ചക്ക് മുന്നേ എനിക്ക് എപ്പോഴാണ് ചെയ്താൽ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കും, സെറ്റ് ചെയ്ത് തരും, മെയിൻറ്റെയിൻ ചെയ്യും, പരിപാടികളും ചെയ്യണതാട്ടാ. അപ്പൊ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ടാ ഇനി ഇതുകൂടി അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമായിട്ടാ. ബോട്ടം ബ്രാക്കറ്റ് ഗൈസ്, ഷിമാനോടെ ബോട്ടം ബ്രാക്കറ്റ് ഇതിന് എത്ര 1000 അടുത്ത് വരുന്നില്ലേ? 1000 അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഷിമാനോടെ ബോട്ടം ബ്രാക്കറ്റ് ഇതാണ് സാധനം വരുന്നത്. ഇതാണ് നമ്മൾ വെക്കണത് കേട്ടോ, ബോട്ടം ബ്രാക്കറ്റ്. ഷിമാനോടെ ബ്രാൻഡിങ് ഉണ്ട്. നമ്മുടെ പഴയത് ഏതായിരുന്നു? ഷിമാനോടെ അല്ലല്ലോ, അങ്ങനത്തെ ബ്രാൻഡിന്റെ ആണ്. അതങ്ങനെ ഇരുന്നോട്ടെ. ഇതാണ് ഇപ്പൊ നമ്മൾ വെക്കണത് കേട്ടോ, ഇന്തോനേഷ്യയിലേക്ക് പറ്റുകയാണെങ്കിൽ പോകണം. കുറച്ച് സാധനങ്ങൾ വേണം, എല്ലാം ഇന്തോനേഷ്യൻ ഉണ്ടാ. അപ്പൊ ബോട്ടം ബ്രാക്കറ്റ് ഇനി കുറച്ച് അൺബോക്സിങ് ആണ്. ബോട്ടം ബ്രാക്കറ്റ് ഉപയോഗിക്കട്ടെ. ഇത് എലീവിയോ ബ്രോന്റെ ഹൈബ്രിഡിൽ ഏതാണ്? ഇത് ഞാൻ വാങ്ങിയപ്പോ ഉള്ളതാ, അഡ്വന്റ്. ഇത് അൺബോക്സ്. ബ്രോന്റെ ഏതാ കിടക്കണേ? എന്റെ ഓൾട്ടസിന്റെ എനിക്ക് ഇത് 9 സ്പീഡ്. ഓൾട്ടസ് 9 സ്പീഡാ. എന്റെ ഓൾട്ടസിന്റെ M2000 9 സ്പീഡാ. 9 സ്പീഡാ. ഓക്കെ. എനിക്കിത് അലീവിയോ വെച്ചപ്പോ ഒരു ഹൈബ്രിഡിലേക്ക് മാറും എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ അലീവിയോ MTB എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇത് GT-ല് വരുന്നുണ്ടോ? GT-ല് ഞാനത് നേരെ മാറ്റിയതാണ്. ഓക്കെ. ഇത് ക്ലച്ച് ഉണ്ടോ അതിന്? ഇതില് ക്ലച്ച് വരില്ല അല്ലേ? ഇല്ലല്ലോ, ക്ലച്ച് ഇല്ല. ക്ലച്ച് ഇല്ല. പക്ഷെ അലീവിയോ 9 സ്പീഡിന്റെ ഇതാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഇതും കൂടി നമ്മൾ ഡിയോർ വരുമ്പോൾ നല്ല റേറ്റ് വരുമോ? ഡിയോറിന് 3800 അല്ലേ? 3000. ഞാൻ നോക്കി, ഞാൻ എസ്റ്റിമേഷൻ ഇട്ടു. തൽക്കാലം ഇപ്പൊ റൈഡിന് ഇത് മതി. അലീവിയോ, ഷിമാനോടെ അലീവിയോ അത്യാവശ്യം നല്ല സാധനം തന്നെ ഇത്. അപ്പോൾ ഇതും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷിമാന അലീവിയോന്റെ. പക്ഷെ ഇത് ആർക്കും അറിയില്ല. മൈക്രോഷിഫ്റ്റ് അഡ്വന്റിന്റെ ലൈക്ക് മൈക്രോഷിഫ്റ്റ് ആണെന്നുള്ളത്. പക്ഷെ സ്പെഷ്യലൈസറിന്റെ ഒക്കെ ടോപ്പ് എൻഡ് സാധനങ്ങളില് ഇതാ വരണേ, മൈക്രോഷിഫ്റ്റ് വരണേ. അറിയാത്തോണ്ട് പ്രീമിയം. അതെ, മൈക്രോഷിഫ്റ്റ് വരണേ കേട്ടോ. നല്ലൊരു കുറെ വണ്ടികൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മള്. ഞാനിപ്പോ ഇത് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ ഷിമാന അലീവിയോ ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. സോ ക്രാങ്ക് നമ്മൾ ഊരിയിട്ടുണ്ട്. ഈ സാധനം ക്രാങ്ക് കിട്ടാനും പാടാ. ഡിയോറിൻ്റെ 5800 രൂപയാണ്. 32. ഇത് 32 ടീത്തല്ല. ഇത് മെൻഷനിങ് ഉണ്ടാവോ? ഉണ്ടാവോ? 30 ആണോ? 32 അല്ലേ? 32ന്റെ ടേപ്പേഡ് ക്രാങ്ക്. ഹോളോടെക് അല്ല അല്ലേ? ടേപ്പേഡ് എന്നല്ലേ പറയാം. സ്ക്വയർ ടേപ്പേഡ് ക്രാങ്കിൽ വരുന്ന ഈ സാധനം ഡിയോറിന്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ 5800 രൂപ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സാധനത്തിന്റെ പ്രശ്നം ഭയങ്കര വില. മറ്റേതാകുമ്പോൾ 2500 രൂപയ്ക്ക് ക്രാങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഗിയറിന്റെ പരിപാടി കഴിഞ്ഞു. ഇത് 5800 രൂപയാണ് വരുന്നത്. കിട്ടാനും പാടാ ഈ സാധനം അല്ലേ? അപ്പോൾ ക്രാങ്കിന്റെ കാര്യം അതാണ്. ഇനി ബോട്ടം ബ്രാക്കറ്റ് ഒന്ന് അഴിച്ചു നോക്കട്ടെ കേട്ടോ. ബോട്ടം ബ്രാക്കറ്റ് തട്ടി ഊരേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. എപ്പോഴും അങ്ങനെയാണ് പതിവ്, തട്ടി ഊരാറാണ് പതിവ്. ഏറ്റവും എളുപ്പം ഈ സാധനം ഇങ്ങനെ ഊരാനുണ്ട്. മറ്റേല് കിട്ടില്ലല്ലോ. മറ്റേ ടെമ്പർ ചിലപ്പോ ഇത് ബോട്ടം ബ്രാക്കറ്റിന് ഈ ഒരു ചെറിയൊരു ടീത്ത ഇതിന്റെ അകത്തുള്ളതുണ്ടാവും. ഇതിന്റെ ചെറിയ വില. ഇത് എന്തെങ്കിലും ഓർണത്തിന് കംപ്ലൈന്റ് നമ്മൾ പിടിച്ചു ഊരുമ്പോഴോ ടെമ്പർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ആണ് നമുക്ക്. കാരണം ഇത് ഓൾറെഡി ഈ ഫ്രെയിമിലേക്ക് വന്നേക്കണ ഗ്രിപ്പാ. ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം വളരെ പാടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ, ഇവിടെ ഒരു ടീത്തിന്റെ ഈ ഭാഗത്ത് ഒരു സാധനം കാണാൻ പറ്റും. ആ സാധനം കൈ കൊണ്ട് ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ റിസ്ക് കൂടും. വേദം ഒറ്റ ഒരു ഇതില് ചെയ്യണതാണ് ഉണ്ട്. അതെ കാണാല്ലേ, ഇത് ഈ സാധനം ഉണ്ട്. അപ്പൊ ഈ മെഷീനില് ഇത് സാറിന് എല്ലാവരും യൂസ്. ഇതാണ് നമുക്ക് എളുപ്പമുണ്ട്. ഇതാണ് നമുക്ക് അത്യാവശ്യം പൂവില്ലാന്ന് ഉറപ്പാക്കിയിട്ട് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഊരെടുക്കാൻ പറ്റും. നല്ല ചെളിയുണ്ട്.
നമ്മള് കൈ കൊണ്ട് വരാൻ അത് ഊരിയപ്പോ ഫ്രെയിം ഒന്ന് വിജറമ്പിച്ചു കേട്ടോ. അപ്പൊ അത് കൈ കൊണ്ട് ഊരി കഴിഞ്ഞാൽ എന്തായാലും സാധനം തെറ്റും. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് വേറെ രീതിയിലേക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് ഏറ്റവും മികച്ച. എല്ലായിടത്തും ഇങ്ങനെ ചെയ്യാം, അവിടെയും എല്ലായിടത്തും തന്നെ ഇതാണ് ഏറ്റവും പെട്ടെന്ന് ഊരിയെടുക്കും. പിന്നെ നമുക്ക് ഇതൊന്നും സേഫ് കുറച്ചുകൂടെ. നോട്ടെ അല്ല ബോട്ടം ബ്രാക്കറ്റ് നോട്ടെ, ഇതാണ് ബോട്ടം ബ്രാക്കറ്റ്. ഇതിന്റെ അളവ് ആ ഇതിന്മേലെ എഴുതിയിരിക്കുന്നത് ഈ അളവില്ല. ഇപ്പൊ നമുക്കിത് ഹോളോടെക് ആക്കണമെങ്കിൽ ഈ അളവ് പറയണം. ഈ അളവിലനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഞാൻ ഇതൊന്നുകൂടി വീഡിയോ എടുത്ത് വയ്ക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ സാധനം അഴിച്ച് വെക്കേണ്ടി വരും, അഴിച്ചെടുക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതും വലിയ ഇഷ്യൂ ഇല്ല, സാധനം ഓക്കെയാണ്. ഗൈസ് നോക്കിയേ, അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോർക്കും ഊരിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ത്രൂ ആക്സിലൊക്കെ വരുന്ന ഇതാണ് 120 mm ഫോർക്ക് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് കണ്ടിട്ട്? വലിയ കുഴപ്പമില്ല, എന്നാലും ഇതിന്റെ ലോക്ക് ഏകദേശം പോയതാ. ലോക്ക് കിട്ടില്ല അല്ലേ? ലോക്ക് നമുക്ക് ഇത് പറ്റില്ല ചെയ്യാനായിട്ട്. പൊട്ടിയിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട്, ഒരു അടിയിലുണ്ടോ? ആ ഓക്കെ അത് പൊട്ടി പോകുന്ന അല്ലേ? അപ്പോൾ ഇതൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ടാൽ പോരെ. ഇത് വർക്കിംഗ് ആവില്ലേ? ലോക്ക് ആവില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷെ ചവിട്ടുമ്പോൾ ഒട്ടുമിക്ക ഒന്ന് പ്രീലോഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ വല്ലാണ്ട് ചവിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ആക്ഷൻ വരാത്ത രീതിയിൽ, എന്നാ നല്ല രീതിയിൽ ഓഫ് റോഡ് വരുമ്പോൾ നല്ല ആക്ഷനും കിട്ടും. അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഓക്കെയാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ വേറെ? ശരിയാണല്ലേ? ഈ സാധനം മെഴുകുതിരി കയറ്റി വെച്ചിട്ടുണ്ട്. ശരിയാ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫുള്ള് ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ ഇനി ബൈക്ക്. സോ വീണ്ടും തൊടുപുഴ നമ്മുടെ സ്വന്തം അർബൻ ബൈക്കിൽ നിന്ന് റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫോട്ടോസും കാര്യങ്ങളും കാട്ടിത്തരാം, നിങ്ങൾക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്ന് സാധനം കാട്ടിത്തരാം കേട്ടോ. സോ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ സെറ്റല്ലേ ബൈക്ക്? ഫുള്ള് ക്ലിയറായി സെറ്റായിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു ഷോട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതൊക്കെയാണ് മോഡിഫിക്കേഷൻസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നല്ല സ്ലീക്ക് ടയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്രിപ്പ് കിട്ടുന്ന ടയർ തന്നെയാണ്. നമ്മുടെ മാക്സിൻ്റെ ടയർ മാറ്റിയിട്ട് അത് ഇട്ടിട്ടുണ്ട്. മൈക്രോ ഒക്ടേവിയ. എനിക്കിപ്പോൾ ഈ ബൈക്ക് കാണുമ്പോൾ ആക്ച്വലി ഫീൽ ആവണത് നമ്മുടെ ദ ഗ്രേറ്റ് ടൂർ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ട് കാനഡയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, കാനഡയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ന്യൂ മെക്സിക്കോ വഴി ചെയ്യുന്നൊരു ദി ഗ്രേറ്റ് ടൂർ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. 4500 കിലോമീറ്റർ ഹൈ എലിവേഷനിൽ കേട്ടോ, അമേരിക്കയുടെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ആ ഒരു സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ആവണത്. നമ്മൾ മൈക്രോ ഒക്ടേവിൻ്റെ ടയർ, നൈലോൺ ടയർ, റാൽസൻ്റെ ടയർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രക്ക് ആൻഡ് റൈഡിൻ്റെ ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വാട്ടർ പ്രൂഫാണ്, കുറച്ചധികം ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൽ കൊള്ളും. അപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മുടെ കാങ്കരു ബാഗും വരും, ഇതിൻ്റെ നടുവിലും വേറൊരു ബാഗും വരും കേട്ടോ. അപ്പോൾ ട്രാവൽ വീഡിയോസ്, കിടിലൻ ബൈക്ക് പാക്കിംഗ് ഇതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബോട്ടം ബ്രാക്കറ്റ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പുതിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യണത് ഈ ഒരു വണ്ടിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ആ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ കണ്ടു കാണും. പിന്നെ ഇവിടെ ഷിമാനോ എലീവിയോ വെച്ചിട്ടുണ്ട് 9 സ്പീഡ്. 10 സ്പീഡിലേക്കും 12 സ്പീഡിലേക്കൊക്കെ ആക്കണമെങ്കിൽ ഒരു 20,000 രൂപയോളം പൊട്ടു കേട്ടോ. അപ്പോൾ അത്രയും ഇതിലേക്ക് ചിലവാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഫുൾ സസ്പെൻഷൻ ബൈക്ക് അങ്ങനെയൊക്കെ മാറി എടുക്കാമല്ലോ, വെറുതെ ഇങ്ങനെ അറിയില്ല. ചിലപ്പോൾ ഞാൻ ഇതിൽ തന്നെ 20,000 രൂപ പൊട്ടിക്കും. എനിക്ക് ഫോർക്ക് മാറ്റണം ഇത് വാങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അത് ചെയ്യാൻ പറ്റും, പക്ഷേ ഓരോരോ പ്രയോറിറ്റികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. ബാക്കിലും സെയിം ടയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ക്ലീൻ ആക്കിയിട്ടുണ്ട്, കിഡിലെ സംഭവങ്ങളാക്കിയിട്ടുണ്ട്. ക്ലീനാക്കി സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ക്ലീൻ ആക്കരുത്, കാരണം ഞാൻ കൊണ്ടുപോയി ഉരച്ചതൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബൈക്ക് സെറ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-12,000 രൂപയ്ക്ക് താഴെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഈ ഒരു സൈക്കിളിൽ മൊത്തമായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒരൊറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, എനിക്ക് ട്രാവൽ ചെയ്യാനും വേണ്ടിയിട്ട്, അങ്ങനെയും പറയണം. സാധനം അടിപൊളിയായിട്ടുണ്ട്, ഫുള്ള് ക്ലിയറും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫുള്ള് പോളിഷ് ചെയ്ത് അതിന്റെ ഫ്രെയിം മൊത്തം കണ്ടായിരുന്നല്ലോ. വ്യത്യാസം നിങ്ങൾക്ക് ഏതായാലും അടുത്ത വീഡിയോ വരുന്നുണ്ട്, അതിൽ നോക്കി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതെ ഞാൻ ഇവിടെ വരുമ്പോൾ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് ക്ലീൻ ചെയ്ത് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അർബൻ ബൈക്സ്
ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഗ്രൂപ്പ് ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടാവില്ലേ ഇപ്പൊ? ഞങ്ങൾ തന്നെ ഇവിടെ നമ്മൾ സൺഡേ റൈഡ് ഒക്കെ വഴി വെക്കുന്നുണ്ട്. അതാണ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈഡ് അതുപോലെ തന്നെ എല്ലാ അസിസ്റ്റൻസും എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഡൗട്ട് അല്ലെങ്കിൽ സൈക്കിൾ ബാക്കി എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഏറ്റവും സുഖം നമ്മുടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റൈഡ് നിങ്ങൾ റൈഡ് ഉണ്ട്, നിങ്ങൾക്ക് റൈഡ് ഉണ്ടല്ലേ, അവർക്കും റൈഡ് ഉണ്ട്, നമുക്കും റൈഡ് ഉണ്ട്, എല്ലാവർക്കും റൈഡ് ഉണ്ട് കേട്ടോ. റൈഡിന് ആൾക്കാരുടെ കുറവ് മാത്രമേ ഉള്ളൂ, എല്ലാവരും റൈഡ് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. നമ്മൾ ബൈക്ക് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇവിടുന്ന് നേരെ തൃശ്ശൂർക്കാണ്. അപ്പോൾ എന്തായാലും വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു അൺബോക്സിങ്, കുറച്ച് പാർട്സ് മാറ്റണം, കുറച്ചും സർവീസ് ചെയ്യണം, കുട്ടപ്പനാക്കണം, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം സൈക്കിൾ. അത്രേ ഉള്ളൂ ഉദ്ദേശം കേട്ടോ. സൈക്കിൾ എപ്പോഴും ഡേ ടു ഡേ ആവശ്യമല്ല. എനിക്ക് സൈക്കിൾ ഇല്ലാണ്ട് ഒരു കാര്യം ഇവിടെ നടക്കില്ല, ചാനലിൽ നടക്കില്ല. അപ്പോൾ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക, ക്ലിയർ ചെയ്ത് അടിപൊളിയാക്കി കുട്ടപ്പനാക്കി വയ്ക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. സോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അടിയാൻ, വേറെ അടിപൊളി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും എനിവേ താങ്ക്സ് ആൻഡ് താങ്ക്സ് അർബൻ ബൈക്സ് ആൾസോ. അപ്പോൾ ഗൈസ് അടിപൊളി, ബൈ.